ഹലോ എവരി വൺ. ഇന്ന് സാദാ പട്ടിയാലയുടെ സ്റ്റിച്ചിങ് ആണ് നോക്കുന്നത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ വേസ്റ്റ് ബാൻഡാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത്. വേസ്റ്റ് ബാൻഡ് രണ്ട് നല്ല വശം കൂടെ വെച്ച് ഇതുപോലെ അടിക്കുക. അവിടെ 2 തയ്യൽ കൊടുക്കണം കേട്ടോ. പാൻറ്റ് മൊത്തം 2 തയ്യൽ അടിക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് അടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അടിച്ച് നിർത്തിയിട്ട് നമ്മൾ നാടയ്ക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ, ആ 2 ഇഞ്ച് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടം വരെ തയ്ച്ച് കെട്ടിട്ടിട്ട് ഇതുപോലെ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് നമ്മളിതിനെ നൂത്ത് വെച്ചിട്ട് ആ തയ്യലിനെ 2ആയിട്ട് ഇങ്ങനെ കണ്ടോ, ഇതുപോലെ 2ആയിട്ട് എടുക്കണം. 2ആയിട്ട് എടുത്തിട്ട് അവിടെ മടക്കി ഇതുപോലെ നേരെ ഇങ്ങേ അറ്റം വരെ അടിക്കുക. ഇതുപോലെ അടിച്ചിട്ട് അതുപോലെ അടുത്ത സൈഡ് അങ്ങനെ 2 സൈഡ് ഇതുപോലെ അടിക്കണം. കണ്ടോ, അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇനി നമ്മൾ നാടയ്ക്കുള്ളത് മടക്കി അടിക്കണ്ടേ. അപ്പോൾ അവിടെ കരയുള്ളത് കൊണ്ട് നമുക്ക് ഈ തുമ്പ് മടക്കി അടിക്കണ്ട. കറക്റ്റ് ഇതുപോലെ ആ തയ്യലിൻ്റെ എൻഡിൻ്റെ അവിടെ വരെ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടിട്ട് തയ്ച്ചെടുക്കണം. തയ്ച്ചെടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ വരും. ഇതുവഴി നമുക്ക് നാടയിടാം. ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ നോർമൽ പാൻറ്റിൽ ചെയ്തതുപോലെ ഇതിൻ്റെ കാല് രണ്ടിൻ്റെയും കാലും സൈഡും അടിക്കണം. ഇവിടെയും താഴെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വയ്ക്കുകയോ എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ തുണി എടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ സൈഡ് അടിച്ച് ഞെറ്റം വരെ ചെയ്യാം. ഇതിൽ നമുക്ക് ഗസറ്റ് പീസിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിറച്ച് പ്ലീറ്റ് വരുന്നത് കൊണ്ട് ഇതിൽ നമുക്ക് ഗസറ്റ് പീസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇതുപോലെ വച്ചിട്ട് അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ഇതുപോലെ വെച്ച് ആ ക്രോച്ച് ഏരിയ തയ്ച്ചെടുക്കണം. ഇതുപോലെ തയ്ച്ചെടുക്കുക. അവിടെയും 2 തയ്യൽ കൊടുക്കണം കേട്ടോ. പാൻറ്റല്ലേ പെട്ടെന്ന് കീറാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് കറക്റ്റാണ് ഇതിൻ്റെ സെൻറ്റർ സൈഡിൽ അവിടെയും ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. ഈ സൈഡ് നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നോച്ചസ് ഇട്ടിട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് ബാൻഡിൻ്റെ 2 സൈഡും ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ നാടെടുത്ത ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്ററും ഇതിൻ്റെ ഒരു പീസിൻ്റെ സെൻറ്ററും എടുത്ത് കറക്റ്റ് അതെ ഇതുപോലെ വെച്ച് എന്നിട്ട് ഇതിൻ്റെ പാൻറ്റിൽ നോച്ചസ് ഇട്ടില്ലേ, വേസ്റ്റ് ബാൻഡിൽ നോച്ചസ് ഇട്ടല്ലോ, ആ 2 നോച്ചസും ഒന്നുപോലെ വരത്തക്ക രീതിയിൽ ഇതുപോലെ വച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള അത്രയും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. തുണിയുടെ ഇതുപോലെ മൊത്തത്തിൽ വേണമെങ്കിൽ പ്ലീറ്റ് ഇടാം, സൈഡിൽ മാത്രം പ്ലീറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നോച്ചസ് ഇട്ട ഭാഗം കറക്റ്റാണ് വച്ചിട്ട് അതിൻ്റെ അപ്പുറമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. സൈഡിൽ മാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിലും ഇടാം. ഓക്കെ. അതുപോലെ അടുത്ത ബാക്ക് പീസിന് സെൻറ്റർ ഉണ്ടോ, ആ സെൻറ്ററും ഈ തയ്യലും 2ഉം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അടുത്ത പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. അടുത്ത സൈഡിലുള്ള 2 നോച്ചസുകൾ തമ്മിൽ ഒന്നുപോലെ വെച്ചിട്ട് പ്ലീറ്റ് ഇടാം. ബാക്കിയുള്ളത് അതുപോലെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് നല്ല എളുപ്പമാണ് തയ്ക്കാനായിട്ട്.
ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഒരു പാൻറ്റ് തയ്ച്ചെടുക്കാൻ. ഓക്കെ, കഴിഞ്ഞു. അവിടെയും 2 തയ്യലിടണം കേട്ടോ. ഇത്രയേ ഉള്ളൂ സാദാ പട്ടിയാല. ഇനി അടുത്ത് സെമി പട്ടിയാലയാണ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ചെയ്ത് നോക്കൂ കേട്ടോ.